അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്ന് നമുക്ക് പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു ചെറിയ പരിപാടി രാത്രിയിലൂടെ നൈറ്റ് നടന്നായിരുന്നു. ക്രിസ്മസിൻ്റെ തലേദിവസം പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ? എന്നാൽ വേഗം വിട്ടോ, പോയി കണ്ടിട്ട് പോയി. ബിസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. നല്ലൊരു ദിവസമല്ലേ? അപ്പോൾ എല്ലാ കറിക്കും ആവശ്യമായൊരു സാധനം സവോള. അപ്പം ഐശ്വര്യത്തോടെ തുടങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ സവോള നിന്ന് തന്നെ തുടങ്ങി നമ്മുടെ സെമിസ് ബ്രോ. ആൾ കാണുന്ന പോലെയൊന്നുമല്ല, നല്ലൊരു പാചകക്കാരനാണ്. UK വന്നിട്ട് ഒരു വർഷമായി. അപ്പോൾ അറിയാമല്ലോ പാചകത്തിൻ്റെ കൈപുണ്യം. വീഡിയോ എടുത്ത് നടക്കുന്നത് പുള്ളിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു നേരെ പോയി ഫ്രിഡ്ജിലിരിക്കുന്ന ബീഫ് എടുത്തങ്ങ് കഴുകിക്കോളെ, കഴുകുമ്പോൾ നന്നായിട്ട് കഴുകണമെന്നും പ്രത്യേകം പറഞ്ഞു. ക്രിസ്മസ് ആയം കൊണ്ട് ഇനി സഹായിച്ചില്ലെന്ന് വേണ്ട, അതുകൊണ്ട് ആ പണി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. വൃത്തിയായിട്ട് കഴുകി കൊടുത്തു. പറഞ്ഞതുപോലെ നല്ല അലുവ കഷ്ണം പോലെ കഴുകി കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? കോട്ടയംകാരനല്ലയോ? കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്കുള്ള പണിയൊന്നും ഇല്ലായിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അത് ചെറുതായിട്ടങ്ങ് കണ്ടിച്ചോളെ, വലിയ കഷ്ണമാണ്. പണി വരുന്ന വരവേ വിട്ടുകൊടുക്കുമോ? വീണ്ടും കത്തിയെടുത്തു കണ്ടിക്കാൻ തുടങ്ങി. കോട്ടയംകാരനായ ബീഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് വിട്ടു കഴിയാൻ പറ്റിയ സാധനമാണല്ലോ. അതുകൊണ്ട് എൻ്റെ കഴിവ് ഞാൻ ഇതിലങ്ങ് തെളിയിച്ചു. ഒരു സൈഡിൽ ഇറച്ചി നുറുക്കുമ്പം മറു സൈഡിൽ പച്ചക്കറി ഏരിയയിൽ നടക്കട്ടെ, പരിപാടിക്ക് ഉഷാറാകട്ടെ. അങ്ങനെ നുറുക്കലും അരിയലൊക്കെ കഴിഞ്ഞു. ഇനി മസാല പുരട്ടലാണ്. ആ ദൗത്യം സിമിക്സ് ബ്രോ അങ്ങ് ഏറ്റെടുത്തു. മുളക്, മല്ലിപ്പൊടി അങ്ങനെ മുതലായ സാധനങ്ങളിട്ട് പുളി അങ്ങോട്ട് ഇളക്കൽ. കടുവറ. മസാല പുരട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഉമ്മാരെ നേരെ അടുപ്പിലേക്ക് കയറ്റുക, അതാണ് അടുത്ത പരിപാടിയെ. അപ്പം അതിനുള്ള പരിപാടി തുടങ്ങി. അടുപ്പേ കയറ്റി കഴിഞ്ഞാണ് നമ്മുടെ സിമിക്സിൻ്റെ തലയിൽ ബൾബ് കുത്തിച്ചത്. അയ്യോ പോത്തല്ലയോ ഇത്, നമ്മുടെ കുക്കറിലല്ലയോ വെക്കേണ്ടത്? അപ്പോൾ നൈസായിട്ട് പാത്രം മാറിപ്പോയ ചമ്മലോടെ പുള്ളി കുക്കറെടുത്ത് വെച്ചു. ഇറച്ചി അതിൻ്റെ അകത്ത് കുടഞ്ഞിട്ടു. ഇനി മാറിപ്പോയത് അറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഇരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി മുതലായവ എടുത്തൊന്ന് അലങ്കരിച്ചു. വീണ്ടും കുക്കർ അടച്ചു വച്ചു. അതെ, മാറിപ്പോയ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയേണ്ട കാര്യമില്ല. ഇനി ആശാൻ്റെ വരവാണ്. പച്ചക്കറി അങ്ങനെ അല്ലടാ ഉവി അരിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കത്തിയെടുത്തു. മുമ്പിൽ കണ്ട പച്ചക്കറി ചറഞ്ചം അരിഞ്ഞ് കണ്ടില്ലേ കടകടാന്നരിയുന്നത്. കണ്ടോടാ മക്കളെ, ഇങ്ങനെയാണ് പച്ചക്കറി എരിയേണ്ടത് എന്നൊരു വാക്കും പറഞ്ഞ് പുള്ളി കത്തി വെച്ച് മാറിപ്പോയി. കുക്കറിലിരിക്കുന്ന ഇറച്ചിയും വേകുന്നതും നോക്കി ഇതാണ്ട് ഒരുത്തിരിക്കുന്നു. കാരണം വിശപ്പൻ്റെ വിളി ഉള്ളിയെന്ന് വിളിച്ച് തുടങ്ങി. അതുകൊണ്ട് സമയം പോകാൻ വേണ്ടി ഫോണെ റീൽസും കണ്ടുകൊണ്ടിരിക്കുക ചെറുക്കൻ. ദാണ്ടിരിക്കുന്നത് അതാണ് പിണറായി വിജയൻ മോഡൽ കുക്കർ. ഭരിക്കാനും അറിയത്തില്ല, ഭരിക്കുന്നൊട്ട് ജനങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല. അതുപോലെ തന്നെയാണ് വിസിലടിക്കാനും അറിയത്തില്ല, വിസിലടിച്ച ഒട്ടും നമുക്കൊട്ടും മനസ്സിലാവത്തുമില്ല. സവോള വരട്ടലും പരിപാടിയൊക്കെ ആശാൻ അങ്ങ് കൈയെടുത്തു. ഇനി ഞാനിത് നോക്കിക്കോളാം ഉവേ, നിങ്ങൾ മാറി നിന്നോളൂ എന്ന് പറഞ്ഞോണ്ട്. ആശാനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ വിശപ്പ് തൊണ്ടയെ വന്നിരിക്കുന്നവനും ഉണ്ട് കേട്ടോ. കാരണം കൂടെ നിന്നില്ലെങ്കിൽ അവൻ്റെ കഷ്ണം മാറിപ്പോയാലോ. ആശാൻ വേണ്ട സാധനം ഇട്ടാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇളക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിശപ്പാ വലിഞ്ഞു നടക്കുന്നവൻ മുമ്പിൽ തന്നെയുണ്ട്. എത്ര ഇളക്കിയിട്ടും സവോള അങ്ങ് മൂക്കുന്നില്ലല്ലോടോ ഓവേ എന്ന് ചെറുക്കനടയ്ക്ക് മനസ്സിൽ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ. പാചകത്തിനിടയ്ക്ക് അടുത്ത പണിയായിട്ട് നമ്മുടെ ബൈജു ചേട്ടൻ കയറി വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ പൊക്കോ അതിൻ്റെ അകത്തുനിന്ന് സാധനം. ടടാ, കണ്ടില്ലേ, മറ്റൊന്നുമില്ല, ചിക്കൻ. ഇനി ഇത് തൊലി പൊളിച്ച് മസാല പുരട്ടി വറക്കണം. ആ പണി ആർക്ക് കിട്ടുമെന്നാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. ചിക്കൻ്റെ തൊലി പൊളിക്കൽ പണി അവന് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിശപ്പിൻ്റെ
ചെറുക്കൻ അവിടെ നിന്ന് ഭയങ്കര ഇളക്കാ സവാള. ഇളക്കി 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 പകുതിയാണ് അവൻ്റെ വായി പോയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എനിക്ക് പിന്നെയും പണി കിട്ടി. കുറച്ച് മുട്ടയെടുത്ത കയ്യിൽ തന്നിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ അങ്ങ് പുഴുങ്ങിയെടുത്തോടെ ഓവേ, എന്നിട്ട് നടുവ് അങ്ങ് മുറിച്ച് കുരുമുളകും കൂടി ഇട്ട് അങ്ങ് വച്ചേക്കാൻ. എന്തായാലേ പറഞ്ഞാൽ കേൾക്കാൻ പറ്റിയല്ലോ, ക്രിസ്മസ് അല്ലേ. ആശാൻ വീണ്ടും രംഗപ്രവേശനം നടത്തി കേട്ടോ. ഉപ്പും മുളകും വെളുത്തുള്ളിയും മുതലായി ഇട്ട് വീണ്ടും കറിയിൽ മൂപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ. ആയുധം ശിഷ്യനെ ഏൽപ്പിച്ച് ചിക്കൻ വറുക്കാൻ വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ആശാൻ ഇങ്ങ് മാറി. മുളക് പൊടി, കുരുമുളക് മുതലായവയെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഒളിച്ച് ഇളക്കി വെച്ച് അടുത്ത കൂട്ടി. അങ്ങനെ ഇരുന്ന് ക്യാമറയുമായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പണി നമ്മുടെ മറ്റൊരു ചെറുക്കന് കിട്ടി. അവനാണെങ്കിൽ വലിച്ചു കുറച്ചിട്ട് തോലി വിട്ടും പോരുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, ചിക്കൻ്റെ വീഡിയോ എടുത്തു, പക്ഷേ എൻ്റെ മുഖം കാണിക്കരുതെന്ന്. വിടുവോ? ഇടയ്ക്ക് നമ്മൾ അവൻ്റെ മുഖം ഒന്ന് കാണിച്ചു. ആശാനും ശിഷ്യനും വീണ്ടും ഒരു ചട്ടിക്കകത്ത് എന്ന് പറഞ്ഞ പോലെ ശിഷ്യൻ്റെ സവാളകളൊക്കെ എവിടെ വരെയായി എന്നറിയാൻ വേണ്ടിയും ബാക്കിയുള്ള മസാലക്കൂട്ടോട് ചേർക്കാൻ വേണ്ടിയും നമ്മുടെ ആശാൻ വീണ്ടും ഒന്ന് തിരിച്ചു വന്ന് നോക്കി. അപ്പോൾ നമ്മുടെ ശിഷ്യൻ ഭയങ്കര ഇളക്കാണ് സവാള കടന്ന് ഇളക്കി 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 സവാളയൊക്കെ പറക്കുക ആകാശത്തോടെ. അങ്ങനെ നമ്മുടെ കുക്കറി വെച്ച ഇറച്ചി ഏതാണ്ടൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയോ വെന്തു എന്ന് മനസ്സിലാക്കിയ ആശാൻ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ എടുത്തത് നമ്മുടെ പാത്രത്തിലേക്ക് പകർത്തിയുള്ളൂ. അവനത് കേട്ട് കേൾക്കാത്ത പതി വിശപ്പിൻ്റെ വിളിയാണല്ലോ മനസ്സിൽ കിടക്കുന്നത്. പെട്ടെന്ന് എടുത്താൻ കമത്തി. അങ്ങനെ ആശാനും ശിഷ്യനും കൂടി പോത്തുകറി ഏകദേശമൊക്കെ ആയ സ്ഥിതിക്ക് ഉപ്പും മുളകും പാകത്തിന് ചേർത്ത് മൂടി വെച്ച് ബാക്കി വേവിനും കൂടി വേണ്ടി മാറ്റി വെച്ചിട്ട് അവർ രണ്ടുപേരും ആശാൻ ആശാൻ്റെ പണിക്ക്, ശിഷ്യൻ ശിഷ്യൻ്റെ പണിക്ക്. ആശാൻ വീണ്ടും ചിക്കൻ വറുക്കാനുള്ള മസാലയുടെ പുറകിലേക്കും ശിഷ്യൻ പറഞ്ഞോളൂ. ശിഷ്യൻ അവിടെ പോയി, പുള്ളിയെ കണ്ടില്ലല്ലോ. ശിഷ്യോ ചിക്കൻ വറുക്കാനുള്ള മസാല ഉണ്ടാക്കുവാണെങ്കിലും ആശാൻ്റെ കണ്ണ് ഇടയ്ക്ക് പോത്തിറച്ചിലേക്കുണ്ടായിരുന്നു. കാരണം കൈവിട്ട് പോയാൽ മൊത്തത്തിൽ പാളുവേ. ഇടയ്ക്ക് തുറന്ന് ഉപ്പൊക്കെ നോക്കി വീണ്ടും വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച ആശാൻ. അപ്പോഴും ശിഷ്യൻ ആ പ്രദേശത്ത് കണ്ടില്ല. സാധാരണ മൂടി തുറക്കുമ്പോൾ ഓടി വരുന്ന ആളാ. എവിടെ പോയിന്നൊരു പിടുത്തവും ഇല്ല. ദേണ്ട നിൽക്കുന്നത് നമ്മുടെ ശിഷ്യൻ. ഇവനെയും കൊണ്ടൊന്നും ഈ കോഴിക്കാല് ശരിയാക്കാൻ പറ്റിയില്ല. കോഴിയുടെ കാലം എങ്ങനെ ശരിയാക്കണമെന്ന് എന്നോട് പറ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞിട്ട് അവൻ കാല കയറി പിടിച്ച്. ഇനി ശിഷ്യൻ്റെ കയ്യിലാണ് കാല്. ദേ മസാലയായിട്ട് നമ്മുടെ ആശാനും വന്നു, കഴുകിയ കാലും മറ്റു ശിഷ്യനും വന്നു. പിന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മസാല പുരട്ടലായി, കാല് കഴുകലായി, മൊത്തത്തിൽ അവിടെ ഒരു ബഹളം. ഇതെന്നാണോ ക്രിസ്മസ് ആകുമ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവും, അതൊക്കെ കാര്യമായിട്ട് വെക്കണോ? ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം മറന്നായിരുന്നു. ഒരു 5-6 മുട്ട നമ്മളിവിടെ പുഴുങ്ങാൻ കിട്ടിയിരുന്നു. അവന്മാരവിടെ കിടന്ന് ഗുളു 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 എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ പോലും അതറിഞ്ഞത്. പിന്നെ അവന്മാരുടെ ചൂടൊന്ന് പോകാൻ വേണ്ടി അവന്മാരെ പിടിച്ച് പച്ചവെള്ളത്തിൽ അങ്ങ് ഇട്ട് കുറച്ച് നേരം. മുട്ടയുടെ ചൂട് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അണിയറയിലേക്ക് മറ്റ് 2 പുതുമുഖങ്ങൾ. എന്നാൽ പിന്നെ മുട്ടയുടെ തൊലി ഉരിയുന്ന പരിപാടി അവിടെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. ക്രിസ്മസ് അല്ലയോ, എല്ലാവരും കൂടി ചേർന്നങ്ങ് പാചകം ചെയ്യട്ടെ എന്നങ്ങ് വിചാരിക്കുകയും ചെയ്തു. അപ്പം മുട്ടയുടെ പരിപാടി അവരും അങ്ങ് ഏറ്റെടുത്തു. മുട്ടയുടെ തുണിയുരയിലെല്ലാം കഴിഞ്ഞ് അവന്മാരെ വീണ്ടും എൻ്റെ കിട്ടി. ഒരെണ്ണത്തിൽ എടുക്കുക, നടുവേ പൊളക്കുക, നല്ല ഒന്നാന്തര നാടൻ കുരുമുളക് കൂടി പൊടിച്ചമ്മറ മുഖത്തെല്ലാം ദേഹത്തെല്ലാം അങ്ങ് വീതറി പിടിപ്പിക്കുക. എന്നാ ടേസ്റ്റാണ് എൻ്റെ പൊന്നടവേ. എങ്ങനെയുണ്ട്? നമ്മുടെ അപ്പുറത്തെ സൈഡിൽ മസാലയിൽ കുളിപ്പിച്ച് കിടത്തിയ കോഴിക്കാലുകൾ വറക്കാൻ തുടങ്ങിയാലും കേട്ടോ. ഒട്ടന്നെ ക്യാമറയായിട്ട് ഞാൻ അങ്ങോട്ട് ഓടി. നമ്മുടെ ഒരു കണക്കൂടി അടുക്കളയിലെ പരിപാടി ഏകദേശം തീരാറായി. അവസാന പരിപാടിയാണ് പൊറോട്ട ചുട്ടെടുക്കൽ. ആ പരിപാടി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. കാരണം എളുപ്പമുള്ള മടിയാണേ. കൂടിന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിടുക, ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ.
അങ്ങനെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ആഘോഷങ്ങളിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇസ്മി ഷാരോൺ സൈനിങ് ഓഫ്.